പശ്ചിമബംഗാൾ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് പാക് ചാരൻ പിടിയിലായിരിക്കുന്നു. പാക് പൗരനായ റാണ റൌഫാണ് പിടിയിലായത്. പാകിസ്ഥാനിലെ ഫൈസലാബാദ് സ്വദേശിയാണ് ഇയാൾ. നേപ്പാൾ അതിർത്തി വഴി 2012 റാണ യൂസഫ് ഭാരതത്തിലെത്തിയത്. ഭാരത സൈന്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇയാൾ ശേഖരിച്ച് അയച്ചു കൊടുത്തതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ആദർശ് TS ഉണ്ട് ഡൽഹിയിൽ നിന്നും. ആദർശ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പാക് ചാരൻ പിടിയിലായിരിക്കുന്നു. മറ്റ് വിശദാംശങ്ങൾ. പ്രജിത്ത്, പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നാണ് ഈ പാക് പൗരനായ റാണ യൂസഫിനെ പിടികൂടിയത്. ഇയാൾ വഹാബ് ആലം എന്ന പേരിലാണ് ഭാരതത്തിൽ കഴിഞ്ഞിരുന്നത്. 2012 ഇയാൾ ഭാരതത്തിലേക്ക് എത്തുകയും ഇവിടെ താമസിച്ചുകൊണ്ട് സൈന്യത്തിൻ്റെ അടക്കമുള്ള നീക്കങ്ങൾ ചോർത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നത്. മാത്രമല്ല, ഇയാൾ റെയിൽവേ സ്റ്റേഷനുകൾ അടക്കം ചില തന്ത്രപ്രധാന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അത് ISIക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇയാൾ സൈന്യവുമായി ബന്ധപ്പെട്ട ചില നിർണായക ചിത്രങ്ങളും ഈ രീതിയിൽ കൈമാറി എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ഈ പശ്ചിമ ബംഗാളിലും അതുമല്ലെങ്കിൽ ഇയാൾ നേപ്പാൾ വഴി ഭാരതത്തിലേക്ക് എത്തുന്നതിന് ഇയാൾക്ക് സഹായം നൽകിയവരെക്കുറിച്ചും ഒപ്പം തന്നെ ഇയാൾക്ക് താമസവും മറ്റും ഒരുക്കിയവരെക്കുറിച്ചും ഒക്കെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ, ആരൊക്കെയാണ് ഇയാളുമായിട്ട് സഹകരിച്ചത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അവരെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഇയാൾ പകർത്തിയ ചിത്രങ്ങൾ, ഇയാൾ മറ്റെന്തെങ്കിലും വലിയ ഭീകരാക്രമണത്തിൽ പങ്കാളിയായിരുന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും അന്വേഷണം നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾക്ക് ഏതെങ്കിലും ഭീകരവാദ സംഘടനകളുമായിട്ട് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ കൃത്യമായിട്ട് ഇയാൾ പാകിസ്ഥാൻ ചാരനാണ് എന്നുള്ളതും ഇയാൾ ചില വിവരങ്ങൾ ISIക്ക് കൈമാറി എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അതേസമയം ഏതെങ്കിലും ഭീകരവാദ സംഘടനകളിലും ലക്ഷ്യമിട്ടുള്ള നീക്കം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളത് ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. കാരണം ഇയാൾ കൃത്യമായിട്ട് നേരിട്ട് ISI റിക്രൂട്ട്മെൻറ്റ് ചെയ്ത ചാരനാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ഭീകരവാദ സംഘടനകളുമായി ഇയാൾ ബന്ധപ്പെട്ടിരുന്നോ എന്നത് സംബന്ധിച്ച് ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. എന്നാൽ ഇയാൾ നേരിട്ട് ISIയുമായിട്ടാണ് ബന്ധപ്പെടുകയും ISIക്കാണ് ഇയാൾ ചിത്രങ്ങളും മറ്റും വിവരങ്ങളും കൈമാറിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും ഇയാളുമായി ബന്ധമുണ്ടായിരുന്ന മറ്റുള്ളവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ വിവരശേഖരണം നടക്കുന്നത്. പ്രജിത്ത്.